കരയില്ലമ്മേ. ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കഴിഞ്ഞിട്ട് വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞു ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് BP കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? മനസ്സിലായി പോയില്ലേ? മനസ്സിലായി. സെറ്റായില്ലേ? കരയില്ലമ്മേ. ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ലേ? ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്നറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ടേ, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളെന്ന് പറയുമ്പോ കോള് ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. കോൾ ചെയ്യണത് പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുമാര് കാണും. ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേടാ? അതിനിടയ്ക്ക് വേണ്ട. ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ട് ഞാൻ അവളെ നോക്കിയെന്നറിയോ? എന്നോട് അവളീ ചതി ചെയ്തത്. അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായൊരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന് ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളിയുടെ നല്ല മനസ്സിന്റെയാ. തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? അത് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അത് അമ്മേ, എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നത് അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോ എന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവെന്ന് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങളൊന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടി ആയിരുന്നു ഇവിടെ. ഓ, എന്താടാ നിനക്ക്? വന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാ മാത്രം മതി. നീയൊക്കെ കൂടെയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെയാ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരമായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷോട്ടെ? കല്യാണത്തിന്റെ അന്ന് വരെ ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവളെ കെട്ടണേക്കാളും ഞാൻ ചാവണതാ. ഒടുവിൽ ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. നീ ആവശ്യമില്ലാത്ത ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി 2-ൽ ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലാനോ? അവളെ കൊല്ലണം. നീ എന്ത് പ്രാന്താണാ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി, കേട്ടാ? ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള നിങ്ങളുടെ പരിപാടി? എടാ, നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലും തിന്നാളത്. പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്നു ചേർന്നു.
ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാൽ മതി. നീ അവളെ കൊല്ലുക തിന്നുക എന്താ വെച്ചാ ചെയ്തോ. ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കണ്ട. നീ വേണോ? അണ്ണവൻ്റെ വാ. എന്നാ വാ. മുക്കോളാ. മുഹൂർത്തായി. നീ മണ്ഡപത്തിലേക്ക് ഇറങ്ങി. അവർക്ക് ഇത് ഞങ്ങൾ കൊടുത്തോളാം. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്ത് തന്നാ മതി, അപ്പ തട്ടിപ്പോവും. സൂക്ഷിക്കണേ. സദ്യ കഴിഞ്ഞപ്പോ ജയിലിലായിരിക്കും അല്ലേ? നോക്കിട്ട് വാ, ആരെങ്കിലും ഉണ്ടോന്ന് പോയി നോക്കടാ. ആരുമില്ലേ? എന്നാ നീ കൊടുക്ക്. ഞാൻ കൊടുക്കില്ല. ഞാൻ 2ാം പ്രതി ആയിക്കോളാം. 1ാം പ്രതി ആവൂല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. എന്നാ നീ കൊടുക്ക്. എനിക്ക് വശം കൊടുത്തില്ല, ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. ഒന്ന് കൊടുക്കടാ. എന്നെ വിട്ടേക്ക് ശിവന പ്ലീസ്. ഒന്നും കാണാൻ പറ്റില്ല. സീൻ പിടിച്ച് കണ്ടിട്ട് ക്ലച്ചു. എന്താണ് പ്രശ്നം? എന്താണ് അവിടെ തർക്കം? അല്ല, ഈ ജ്യൂസ് കൊടുക്കാനായിട്ട്. ഈ ജ്യൂസ് കല്യാണ പെണ്ണിന് കൊടുക്കണം അമ്മ. അതിനെ പറ്റിയുള്ള തർക്കണം. ആര് കൊടുക്കുന്ന അറിയാൻ വേണ്ടി. അത്രേ ഉള്ളോ? അതെ. അതെ, നിങ്ങൾ ആരും ഇനി അവക്ക് ജ്യൂസ് കൊടുത്ത് ബുദ്ധിമുട്ടണ്ട. എന്റെ മോക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം. നീ ആ ജ്യൂസ് കൊടുക്കാൻ നീ അല്ല മാവ, അത് പോടാ പോടാ വാ. പോവാൻ. 1ാം പ്രതി ആവാൻ ഒരാളെ കിട്ടിയിടവേ. എടാ, അത് അയാൾ അവക്ക് കൊടുക്കൂ. കൊടുക്കുമായിരിക്കും. എനിക്ക് ദേവസഹായം വരെ ഒന്ന് പോണായിരുന്നു. നീ ഒരു സഹായത്തിലേക്കും പോകണ്ട. പെടുവാണെങ്കിൽ എല്ലാരും ഒരുമിച്ച് വിടും. അത്രേ ഉള്ളൂ. എന്റെ പറയസല്ലപ്പാ. അതെ, മുഹൂർത്തത്തിന് സമയം. പെൺകുട്ടിയെ വിളിച്ചോളൂ. ഓ സമയമല്ലോ. അതെ വത്സലേ, അതെ കുട്ടി റെഡിയായി വരാൻ പറ. ചെല്ലേ. അങ്ങോട്ട് കയറാം. അയ്യോ ശാന്തേ, പണി പാളിയെന്ന് തോന്നുന്നു. അവള് വീണ്ടും മുങ്ങി. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ പെണ്ണൻ കുമാരനാണെന്ന. അവനാണ് ഈ ബിസിനസ്സിലെ എന്റെ ഏറ്റവും വലിയ ശത്രു. ആൾക്കാർ കൈവയ്ക്കും മുമ്പേ നമുക്ക് അവിടെ നിന്ന് മുങ്ങിയാലോ? നീ അവിടെ ഇരിക്കേ, ഒന്ന് അച്ഛി. നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ആ അവള് ചത്തല്ലേ? പിന്നെ മോളെ, മോളെ, സിന്ധു, സിന്ധു. അപ്പൊ അവിടെ ഒച്ച കേട്ടതോ? അത് അവളെ കാണാനില്ലാന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബോധം കെട്ട് വീണ. വത്സലേ, വത്സലേ. ശാന്തേ, അവള് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം മൊത്തം ചക്ക കുഴയുന്നല്ലോ കുഴപ്പമാ. അവിടെ മൊത്തം പ്രശ്നമാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്കേ. അവള് വരുവാണെങ്കിൽ അപ്പ എന്നെ വിളിച്ചോണം. ഓക്കെ? വേറെ കോള് വന്നാ പോയേക്കരുതേ. എന്നാലും ഞാനതല്ല ആലോചിക്കണേ. ഇവിടുന്ന് എവിടെ പോയി? എന്തായാലും നമ്മുടെ തലേന്ന് ഒഴിച്ചില്ല. എനിക്കതല്ല സംശയം. ആ വിഷം അതെവിടെ പോയിന്നാ. എടുത്ത്. ഹലോ. ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ പേര് പറഞ്ഞ ഒരു പക്ഷെ നിനക്ക് മനസ്സിലാവും. അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്താണ് ഇവിടെ ഒരു ബഹളം ആൾക്കൂട്ടൊക്കെ ആ പാലത്തിനടുത്ത്? ഓ പഴയതുപോലെ തന്നെ ആരോ ഒരുത്തൻ ചാടിച്ചാവാൻ നിൽക്കുന്നു. എടാ സഞ്ജു, ഇവിടെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നാടുവിടാൻ നോക്കുക. നീയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് ചാവാനും നോക്കുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാർ തമ്മിൽ കണ്ട സീൻ കൊള്ളാം. അടിപൊളി. എടാ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എടാ, നിനക്ക് അത്ര ചങ്കിക്കൊണ്ട പ്രണയം നിനക്ക് അവളെ വിളിച്ച് കെട്ടിച്ച് ഒരുമിച്ച് ജീവിച്ചൂടെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നാടാ. പക്ഷേ
നാളെ അവളുടെ അയാളുടെയും കല്യാണമാ. കാശുള്ളതുകൊണ്ട് അവളുടെ വീട്ടുകാരൊക്കെ എന്നെ സപ്പോർട്ടാ. ഇപ്പോ അവളെ അയാൾ പൂട്ടിയിട്ടിരിക്കുക എവിടെ? അയാളുടെ വീട്ടില്. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അവളെ പൊക്കാൻ ഒന്നുകൂടി ശ്രമിച്ചാലോ? നടന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ? എന്തേ? ഡാ, ഇതിലേതാ നീ പറഞ്ഞ തെണ്ടി? അവൻ ഏതാ നടുക്കണ വെള്ളത്തണ്ടിയാണോ? അവൻ തന്നെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ദേ ഇപ്പൊ വരാം. ആ നാളെ 9:30 ഇറങ്ങും. ആ ആ ഇല്ല, നീ നേരെ അങ്ങോട്ട് വാ. ആ ഓക്കെ. ഡാ, എങ്ങോട്ടാ നീ? മാഡത്തിന് ഫുഡ് കൊണ്ടെടുക്കാൻ പോവാ. എന്താണ് അവിടെ? ആരാടാ നീ? ചേട്ടാ, ഞാൻ ലൈറ്റ് ബോയ് ആണ്. ലൈറ്റ് ബോയ്. ലൈറ്റ് ബോയ്ക്ക് എന്താടാ ഇവിടെ കാര്യം? അത് സാറ് മാഡത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എടാ, സാറ് പറഞ്ഞാലും ആര് പറഞ്ഞാലും മാഡം ഈ വാതിലിന് പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു എന്താ ചേട്ടാ? താക്കോലേ എന്റെ കയ്യിലാ. അതെ, ഞാൻ സഞ്ജുവിന്റെ ഫ്രണ്ടാ. അവനിപ്പോ എവിടെയാ? നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനിപ്പോ എവിടെയൊക്കെ കണ്ണു വിട്ടിച്ച് എങ്ങനെ രക്ഷപ്പെടുമെന്നോ? അതൊക്കെ നമുക്ക് നോക്കാം. താനിപ്പോ നടക്ക്. ചേട്ടാ, ഇവിടെ മതി, ഇവിടെ മതി, ഇവിടെ മതി. ഇവിടെ മതിയോ? ഇവിടെ വെട്ടം വെളിച്ചൊന്നും ഇല്ലല്ലേ? അല്ല, നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് കുറച്ച് ലൈറ്റ് മതി. ആഹാ, എങ്കിൽ പിന്നെ തുടങ്ങിക്കൂ. ചേട്ടാ, എനിക്കൊരു ഏണി കിട്ടൂ. ഏണിയോ? ഏണി എന്തിനാ? അല്ല, ഇതൊരു പ്രത്യേകതരം ഷോട്ടാണ്, എന്നാൽ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. മനസ്സിലായി മനസ്സിലായി. വവ്വാൽ ഷോട്ടല്ലേ? ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. വേഗം വരണം. ഇപ്പൊ വരാടേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? എസ്കേപ്പ്. അളിയാ, നീ ഇല്ലാന്നെങ്കിൽ ഒരുപക്ഷെ ഒന്ന് പോടാ. നീ തൽക്കാലം ഇവിടെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ച് രക്ഷപ്പെടാൻ നോക്ക്. അല്ല, നീ ഇവിടെ ബസ്സില്? അതൊക്കെ ഞാൻ പറയാം. നീ ഇപ്പൊ ചെല്ല്, വേഗം ചെല്ല്. പെങ്ങളെ, ഹാപ്പി മാരീഡ് ലൈഫ്. വരവ് വെച്ചിരിക്കണോ? എന്തായാലും വിട്ടോ, അല്ലെങ്കിൽ രാവണ വന്ന് സീത തട്ടിക്കൊണ്ടു. വിട്ടോ 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 വിട്ടോ. ബൈ. താങ്ക് യു. ബൈ. ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. ഇനി നീ എനിക്കിട്ട് ചെയ്തേന് ഒരു മധുര പ്രതികാരം. എന്ത് പ്രതികാരം? നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ, അതുപോലെ നിന്റെ പെണ്ണിനെ ആദ്യത് ഞാനാടാ പുല്ലേ. നീ എനിക്കിട്ടുണ്ടാക്കിയ അതേ പണി. എങ്ങനെയുണ്ട്? ഇനി നിന്റെ നെഞ്ചു പിളർക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു. ഇനി ഞാൻ തന്നെ അവളെ കെട്ടൂടാ. എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം? ഈ അശോകന്റെ പ്രതികാരം കൊള്ളാണ്ണ, സൂപ്പർ പ്രതികാരം. അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ. അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല അണ്ണ. അണ്ണനാണ് എന്റെ കുലദൈവം. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കാണല്ലേ? നിനക്ക് വിശ്വാസം വന്നില്ലേ? കേട്ടോ ഡാഡി, നിന്റെ മറ്റവനാ, അവന് വിശ്വാസമില്ലൊന്നും. നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും. സംസാരിക്കും. ഹലോ 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 ചേട്ടാ, ചേട്ടൻ എന്നെ മറക്കണം. തീർച്ചയായിട്ടും. നമ്മൾ തമ്മിലുള്ള ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ചേട്ടാ. ദൈവത്തിന് നന്ദി ചേട്ടാ. ചേട്ടാ, എന്റെ മാനം പോയി ചേട്ടാ. ഏത് വർഷം? ചേട്ടന് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അവളെയും കെട്ടി ചേട്ടൻ സുഖമായിട്ട് ജീവിക്കണം. ഓ, ജീവിച്ചോളാം. ഒരപേക്ഷയുണ്ട്. എനിക്ക് എന്റെ ചേട്ടനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അവസാനത്തെ ആഗ്രഹം, പ്ലീസ്.
കേൾക്ക്. അതെ, കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ. കുളിക്കാൻ പോയതാ. ആ എനിക്ക് ഒരു കടല് തന്നെയാ ദൈവം തന്നെ. അതായതേ നിന്നെക്കാള് 100 മടങ്ങ് കോടീശ്വരനാ ഈ മണ്ടൻ. എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്കുക അയാള്. ആനയുടെ പുറത്ത് കൊതു കയറി കടിച്ച എന്താ സംഭവിക്കാൻ ഈ മണ്ടൻ അറിയില്ല. ഏതായാലും നീ ഇനി എന്നെ പേടിക്കണ്ട. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി വരില്ല. ഞാൻ ഇവിടെ എങ്ങാനും ഇനി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. ഓക്കേ. ഓ, ദൈവമേ. മനസ്സിലേ എടി അവര് നല്ല വിഷമമുണ്ട്. ആ ശ്രീധര. ഗംഗാധര, മുഹൂർത്തത്തിന് സമയമായല്ലോ. അല്ല, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ എന്താ കൊച്ചെ കരയുന്നേ? അപ്പൊ താൻ വിവരൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ വരാനല്പം വൈകിയല്ലോ. എന്താ കാര്യം? ആ പെൺകുട്ടി വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അവളും എന്റെ മോനെ ചതിച്ചടോ. ദേ നിക്കണം, ഇപ്പൊ കണ്ടില്ലേ? ചെലവുണ്ട് കേട്ടോ പട്ടി. എന്റെ പൈസ മൊത്തം നിങ്ങൾ തീർത്തിലട പിണ്ടി. കാര്യം കഴിഞ്ഞപ്പോ കാലം മാറി പട്ടി. എല്ലാം ഓക്കെ ആയല്ലേ ചേട്ടാ? എന്റെ സിനിമയുടെ കാര്യം ഇത് എന്നൊരു സിനിമയുടെ കഥയിലാണ്. അത് പോരണ്ട. ചേട്ടാ ഈ ആഹാരമൊക്കെ എന്ത് ചെയ്യണം? ആഹാരം എന്റെ അണ്ണാക്കിലേക്ക് കൊണ്ടുപോയി വെട്ടി മൂടറോ അത്. നിൽക്കവിടെ. ഓ ടെക്നിക്സിന് ഉപയോഗിക്കാം. ഗംഗാധര, ഈ കല്യാണം നടക്കും. എങ്ങനെ? നിനക്ക് സമ്മതമാണെങ്കിൽ നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും. അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. എങ്ങനെ നടക്കുന്നു പറ ശ്രീധര. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും. സമ്മതം, 100 വട്ടം സമ്മതം. എവിടെ നിന്റെ മകളെവിടെ? വിളിക്ക്. അവളെ വിളിക്കാനൊന്നുമില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ദോ അവിടെ. ഇത് മറ്റവളല്ലേ? മോളെ ഇങ്ങ് വന്നേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എനിക്ക് എനിക്ക് എനിക്കയാളെ ഇഷ്ടം. വലിയ ഡബർമാനാ ഇന്നോട് ഈ ലോഡ്ജിന്റെ ഓർഡർ ഞാനാ. എളാപ്പൻ വലിയ ബിരിയാണി വിളിക്കണു. ബംഗാളി എളാപ്പൻ ചിക്കനാണെന്ന് പറഞ്ഞ് കോഴി വെച്ചേക്ക. അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് കമ്പനിക്ക് ടച്ച് അവൾക്കാണോ? എന്തുവാ? എന്നാലും എനിക്കതല്ല സംശയം. ആ വിഷം എങ്ങോട്ട് പോയെന്നുള്ളയാ. ശരി. എന്നാ അമ്മാവാ? ഹായ് അമ്മാവാ. സത്യം പറയടാ, ആ ജ്യൂസിനകത്ത് നീ എന്താ കളിക്കുന്നത്? അയ്യോ, അത് ആരെ കുടിച്ചത്? എന്താ സംഭവിച്ചത്? ഒന്നും അറിഞ്ഞോണ്ടല്ല. ദൈവത്തോർത്ത് ആരോടും പറയരുത് കേട്ടോ. എന്തുകൊണ്ടും ചെയ്യാം. നീ ഒന്നും ചെയ്യണ്ട, അത് കുടിച്ചത് ഞാനാ. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഇതേപോലുള്ള സാധനം ഞാൻ കഴിച്ചിട്ടില്ല. കുട്ടികളെ ചത്തില്ലേ? അങ്ങനെ ഓരോ വഴിയില്ലല്ലോ. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പ തട്ടിപ്പോ. സൂക്ഷിക്കണേ. അതെ, നീ ഒന്നും ചെയ്യണ്ട. അത് ഏത് ബ്രാൻഡാണെന്നൊന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഒരു കന്യകയുടെ കന്യാകാത്വം കവർന്നെടുത്ത മഹാപാവിയാണ് ഞാൻ. എല്ലാം എന്റെ വിധിയാ. അല്ലെങ്കിൽ മനോഹരനോടൊത്തൊരു മനോഹര ജീവിതം സ്വപ്നം കണ്ട് എനിക്ക് ഈ പാവത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും. ഞാൻ കിട്ടിയ താലി കാര്യാക്കണ്ട. കുട്ടിയുടെ ഇഷ്ടാനുസരിച്ച പോയിക്കോ. കുട്ടിയെ ഞാൻ തടയത്തില്ല. അത് വേണ്ട. ഞാനേ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ആളാ. എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന എന്താന്ന് അറിയോ?
എന്റെ ശരീരത്തിൽ ആദ്യമായിട്ട് തൊടുന്ന ആളായിരിക്കണം എന്റെ ഭർത്താവും കാണപ്പെട്ട ദൈവം എന്നാ. ആ വലിയ ഭാഗ്യം കിട്ടിയതേ ചേട്ടനാ. ശരിയാ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോ കുട്ടി എന്നോട് പൊറുത്തോ? ഞാൻ നിങ്ങളോട് മാത്രമേ പൊറുക്കൂ. കുട്ടി ചേട്ടാ. സിന്ധുവിനെ ഞാൻ സിദ്ധു എന്ന് വിളിച്ചോട്ടെ? ഏ ഞാൻ ഭയങ്കര സിദ്ധു ഫാനാ. ഈശ്വര. കുട്ടിക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലേ? പിന്നെ എന്റെ കാണപ്പെട്ട ദൈവമല്ലേ സിദ്ധു. എന്റെ പൊന്നു സിദ്ധു. എന്തോ